ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കാരണം നമ്മുടെ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യണം. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒരു 9:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ എനിക്കത് അൺബോക്സ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. നാളെ രാവിലെ അവൾ പോവുകയും ചെയ്യും. അപ്പം അതൊക്കെ എൻ്റെ എക്സ്പ്രഷൻ നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കോലം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ 6 മണിക്ക് ഓടാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് എല്ലാം ഒന്ന് അടങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം രാവിലെ അല്ല, ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയതാണ്. ഇന്നലെ രാത്രിയിലല്ല, ഇന്ന് വെളുപ്പിനെ 12 മണിക്ക്. അപ്പോൾ 12 മണിക്ക് എനിക്കൊരു കേക്ക്, ഒരു ചെറിയ ബ്രൗണി, എന്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് കൊണ്ടുവന്നു. അപ്പോൾ മുതൽ തുടങ്ങിയതാണ്. പിന്നെ അത് രാവിലെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴായിരുന്നു? പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ട്രഷർ ഹണ്ട് പോലെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഓരോ ഗിഫ്റ്റും അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ. ഇതാണ് ഫസ്റ്റ് ക്ലൂവിൽ കിട്ടിയത്. ഒരു റാബിറ്റ് ആണ് കിട്ടിയത്. ഇങ്ങനെയുള്ള സാമഗ്രികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ഗിഫ്റ്റ് ഇത്. സോപ്പ് കിട്ടിയോ? ഇതെന്തോ ഗസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഈ സോപ്പ് കിട്ടിയ പോലെയോ എന്തോ ഫീൽ. ഇയാൾക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള സാധനം. ഫാബ്രിക് പെയിന്റ്. ഇത് ഫാബ്രിക് പെയിന്റ്. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള സാധനമാണെന്നാണ് അവൾ പറഞ്ഞത്. ഇതായിരുന്നു അവിടെ സംഭവം. എനിക്ക് ഫാബ്രിക് പെയിന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പം ഒന്ന് ഇതാണ്, രണ്ട്. ഒന്നിത്, രണ്ട് ഗിഫ്റ്റ്. അപ്പം ഞാൻ എണ്ണുന്നില്ല. ഇനി കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം എൻ്റെ വയസ്സറിയുണ്ട്. അപ്പം അടുത്തത് ഇതാണ്. എന്താ ഇതെനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങ് ഭയങ്കര പൈസയുടെ മാത്രമാണ്. എനിക്ക് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എന്ത് സാധനം ഗിഫ്റ്റ്. ഒരു ചെറിയ മുട്ട് സൂചിയാണെങ്കിൽ പോലും ഒരു ഗിഫ്റ്റ്. ഇതാണ് എനിക്ക് തന്ന് കണ്ടു. അപ്പം അടുത്തത് ഇതാണേ, ഞാൻ പറയുന്നില്ല. അടുത്ത ഇതാണ്. ഇതെന്തുവാ നോക്കാം. മയണൈസ് അങ്ങനത്തെ സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു മോതിരം. കണ്ടോ? നൈസ്. ഓ എൻ്റെ ദൈവം, എവിടെ പോയാലും എനിക്ക് മോതിരത്തിന് സൈസ് കിട്ടത്തില്ല. അത് പക്ക പൊളി. ഇനി അടുത്തത് നോക്കാവേ. കമ്പ്യൂട്ടർ കേൾക്കാനുള്ളതായിരുന്നു. പക്ഷെ ഞാൻ അത് മേടിക്കാൻ, ഇതെനിക്ക് പറ്റില്ല. ഇതൊരു ടൂത്ത് ബ്രഷ്. ഇതും സാധനം ഞാൻ പുതിയ തന്നെ മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ തന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. അടുത്ത ബഡ്സോ ബഡ്സ്. ഇതെന്ത് കാര്യത്തിന് അവൾ എനിക്ക് തന്നെ, എനിക്കത് പിടിയൊന്നുമില്ല. എന്നാലും എനിക്കിത് ആവശ്യമാണ്. ബഡ്സ്. അടുത്ത ഇച്ചിരി വലിയ ഗിഫ്റ്റാണ്. എന്തോന്ന് ഗസ് ചെയ്യാൻ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രെയിമാണ്. പക്ഷെ ഫ്രെയിമല്ല, വേറെ എന്തോ സാധനമാണ്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. ഇതെന്ത്
ബിൽഡിംഗ് സെറ്റ് തന്നെ തിരിച്ചു വെക്ക്. ഇത് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കുന്ന ഒരു സാധനം. ഇത് പസില്, ബിൽഡിംഗ് പസില്. ഇത് നമുക്ക് ഈ ബിൽഡിംഗ് പോലെ ആക്കി വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. ഷോക്കേസിൽ 2 ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതോട് ചേർത്ത് 3ാമത്തെയാണ്. അപ്പം താങ്ക് യു. അപ്പോൾ ഇതിന് ഞാൻ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ എന്തായാലും വരും. അടുത്ത ഇതെനിക്ക് മനസ്സിലായി. ക്ലിപ്പ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇല്ല. ക്രാബിൻ്റെ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അയ്യോ ഇല്ല, പൊട്ടിയില്ല. ക്ലിപ്പ് വന്നിട്ടുണ്ട്. അടുത്തത് എന്താ? പെൺപിള്ളേർക്കൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം. പെൺപിള്ളേർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഇട്ടിട്ടുണ്ട്. പൊട്ട്, കുറേ കളർ പൊട്ടുകൾ. ഇത് കൊള്ളാം, സംഭവം കൊള്ളാം, നൈസ്. ഇനി ഒരു വലുതെടുക്കാം. ഒരു പിടിയും കിട്ടുന്നില്ല. കളർ കഴിഞ്ഞാഴ്ച കാട്ടിലമ്പലത്തിൽ പോയത് ഞാൻ ടാഗ് കഴിച്ചാലും സെയിം എന്ന് വിചാരിച്ച സാധനം. താങ്ക് യു, താങ്ക് യു. ഇതടിപൊളി. എനിക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ, ഇതുപോലുള്ള ഇതായിട്ടുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചരിഞ്ഞിരിക്കുന്നു അല്ലേ? ചരിഞ്ഞിരിക്കുന്നു. കൊള്ളാം, നൈസ്. I like it. Bad. നെക്സ്റ്റ് എന്താന്നൊരു പിടിയില്ല. പക്ഷെ കണ്ടുപിടിക്കും ഞാൻ. കുറച്ച് നേരം ടൈമില്ല. വീഡിയോ നീട്ടി കൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഏകദേശം ഒരു പിന്നോ കിളിഞ്ഞെന്ന് എന്തായാലും പൊടിച്ചോളാം. എന്തോ സാധനം. എന്തോ നല്ല രസമുണ്ട് ഈ മിനിക്ക. അതിതെന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് മനസ്സിലായി. മിററാണ് ഗൈസ്. എനിക്കിത് വലിയ യൂസ് ഒന്നുമില്ല, പക്ഷെ ഇത് കാണാൻ അടിപൊളിയാണ്. ഇത് എന്തോന്നത് ഒരു സൈഡ് വരുന്നതാ. അതൊരു കീ ചെയിൻ പോലെ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ മിറർ ആയതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. കൊള്ളാം, മിനുക്ക. ഇത് വെള്ളമാണോ? അത് സംഭവം കൊള്ളാം. ഇതിനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സാധനം മഞ്ച് ഡയറി മിൽക്ക് അല്ല കിറ്റ്കാറ്റ്. മഞ്ച് എന്ത് ചോക്ലേറ്റാ അല്ലേ? മഞ്ച് ഒന്നല്ല, രണ്ടല്ല, മൂന്നില്ല, 4 3 എനിക്ക് ചേർക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എപ്പോഴും ഇത് ഗസ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് വലിയ എന്ത് ക്രയോണോ പെൻസിലോ? എന്ത് പെൻസിലോ? വരയ്ക്കുന്ന എന്തെങ്കിലും ആണോ? ഇതിനാ ചോക്ക്. പൊട്ടിക്ക്.
ലിപ്സ്റ്റിക്കാണ്. എവിടെയാണ് പാക്കിങ് നല്ലല്ലേ? ആ, എൻ്റെ ദൈവമേ. ഇനി നിങ്ങൾ ലിപ്സ്റ്റിക് വീഡിയോ കണ്ട് മരിക്കും. തുറക്കണോ? വേണ്ടല്ലേ? ആ ലിപ്സ്റ്റിക്കാ മതി. ഒന്നും പറയുന്നില്ല. ലിപ്സ്റ്റിക്ക് 4 എണ്ണം. പിന്നെ അടുത്ത ഇത് ഞാനറിയാം. മുട്ടായി കിറ്റ്കാറ്റ അല്ല ഡയറി മിൽക്കോ കിറ്റ്കാറ്റ ഏതാണ്ട് മുട്ടായി ഏതാണ്ട്. അടുത്തത് ഡയറി മിൽക്കാണ്. എനിക്ക് ഒറിയോ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് സിൽക്കാണെന്നാണ് വിചാരിച്ചത്. സന്തോഷം സന്തോഷം. എനിക്കിതിനെ എല്ലാത്തിനേക്കാളും കിട്ടിയത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ഞാൻ ഇതെനിക്ക് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പ്രതീക്ഷയൊന്നും വേണ്ട, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. മുട്ടായി എന്താ ഗുളികയോ? ആ സമ്മതം. അത് വലിയ പ്രതീക്ഷ വേണ്ട. അയ്യോ ചളിയല്ലോ. ഇത് അങ്ങനത്തെയാണോ? ഒരു കമ്മൽ, ഒരു ജിമിക്ക് കമ്മൽ. എന്തോ കുപ്പിയാ, എന്തോ സംഭവം എനിക്കറിയില്ല കേട്ടോ. കുപ്പിയിലൊക്കെ ഒരു പെർഫ്യൂം. അല്ല, നെയിൽ പോളിഷ്. ഓക്കെ, നെയിൽ പോളിഷ് കളർ ഇയാൾ ഇഷ്ടപ്പെട്ടല്ലോ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. ഞാൻ ഇതെൻ്റെ കയ്യിലില്ലാഞ്ഞിട്ട് കുറേ കളേഴ്സ് മിക്സ് ചെയ്ത് ഈ കളറാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് ഇതും എനിക്കറിയാം. ഇതും ക്ലിപ്പാണ്. ഇപ്പം മിനുക്കത്തിൻ്റെ കളിയാണ്. മുട്ടായി അല്ലേ? വെറൈറ്റിയാ. കാണിക്കുന്നു. ഇതെനിക്കറിയാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഓറിയോയുടെ ബിസ്ക്കറ്റാണ്. എനിക്കറിയാം. അകത്ത് പിങ്ക് കളറുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ്. പക്ഷേ ഇത് വെള്ളയാണ്. സാരില്ല, ഓറിയോ അല്ലേ, ഓറിയോ എനിക്കിഷ്ടം. ഇതെന്തുവാ? പേസ്റ്റോ? ഇതെന്താ പേസ്റ്റാ? അങ്ങനെ എനിക്ക് പേസ്റ്റ് തന്നത് എനിക്കിതിൽ ഒരു ബ്രഷ് വന്നപ്പോൾ പേസ്റ്റ് തരാൻ തോന്നി. ബ്രഷിൻ്റെ കൂടെ ഒരു കമ്പനിക്ക് പേസ്റ്റും കൂടെ തന്നെ. അതെന്ന് വെച്ചാൽ ഞാൻ പല്ല് തേക്കത്തില്ല എന്നല്ല കേട്ടോ അതിനർത്ഥം. എന്തുകൊണ്ട് എനിക്ക് തന്നെയെന്നറിയില്ല. എന്തായാലും ഗിഫ്റ്റ് അല്ലേ, ഇരിക്കട്ടെ. നെക്സ്റ്റ് തീർന്നിട്ടില്ല. ഇയാൾക്ക് യൂസുള്ള സാധനമാണ്. തട്ടിയിടുവോ? ഞാൻ ഇമാതിരി സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അല്ല, ഇമാതിരി സാധനങ്ങൾ പോട്ടെ. ഇതിനെ എങ്ങനെ തിരിയുന്നത് അതൊക്കെ കേട്ടോ. ഇമാതിരി സാധനമൊന്നും ഞാൻ പൈസ കൊടുത്ത് മേടിക്കാറില്ല. ഞാൻ മേടിക്കുന്നത് ഞാൻ എടുക്കുന്നതാണ് ഇപ്പോൾ. അതായത് അവൾ വാങ്ങിക്കും, അവിടെ നിന്ന് ഞാൻ എടുക്കും. പക്ഷെ അവൾ ഡാസ്ലർ അല്ല വാങ്ങിക്കുന്നത്. ഞാൻ ഒരു ഐലൈനർ ഏകദേശം ഒരു 2 വർഷമെങ്കിലും കുറഞ്ഞത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്തുകൂടാ, അതെനിക്കറിയാം. പക്ഷേ ഇതൊക്കെ മേടിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇത് തന്നതിന് നന്ദി. വേഗം ചോക്കിയല്ലോ ഒന്നും. ഇതെന്തുവാ? അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ
എനിക്കിഷ്ടമാണ്. തിരിയോ? അയ്യോ ബ്രഷ് എനിക്കിഷ്ടമാണ്. ഓക്കെ, ഇത് ഭയങ്കര വില. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇത് സോപ്പ്. എന്ത് സോപ്പ് എനിക്ക് തരുന്നേ? സന്തൂർ. എനിക്ക് സന്തൂർ സോപ്പ് ഇഷ്ടമല്ല. എനിക്ക് സന്തൂർ സോപ്പ് ഇഷ്ടമല്ല. എങ്കിലും അത് തന്നതല്ലേ, ഇരിക്കട്ടെ. ബിസ്ക്കറ്റ്. ഇഷ്ടമല്ലേ? മാഗിയാണ് കഴിച്ചത്. മാഗി എനിക്കിഷ്ടമാണ്. താങ്ക് യു, താങ്ക് യു. ഇതെന്താ മേക്കപ്പ് ഐറ്റം? എന്താ വേണം? ഈ സാധനം എനിക്ക് യൂസ് ഇല്ലല്ലോ. നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചല്ലേ നീ ഇത്? ഞാൻ നല്ല ധൈര്യം എഴുതുന്നത് ശ്രീകുട്ടിക്കാണ് കേട്ടോ യൂസ്. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് അവളങ്ങ് വാങ്ങിച്ചാൽ എന്നിട്ട് എനിക്കിവിടെ തന്നതാ. അതൊക്കെ ഇരിക്കട്ടെ. ഇനി ഇത് അവളൊരു കുപ്പി ഇടയ്ക്ക് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് അന്നേരം ഞാൻ ചോദിച്ചു ആ കുപ്പി വല്ലതാണോ? ഇയാളുടെ ഫേവറേറ്റാ, ഓൾ ടൈം ഫേവറേറ്റ്. ഇയാടെ മാത്രമല്ല, എൻ്റെയും അമ്മയുടെ, ആസ്റ്റിച്ചിയുടെ. ജ്യോതിയാ? ആ ജ്യോതി. കുപ്പി ഇങ്ങനെ ജ്യോതി എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന എനി ടൈം ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് എന്തോ പറയണ്ടേ എനിക്കറിയത്തില്ല. എപ്പോഴും ഞാൻ മേടിക്കുന്ന സാധനം ഇത്. നമ്മുടെ ഇവിടെ ആഗ്രോയിൽ, നമ്മുടെ പൈനാപ്പിൾ ജംഗ്ഷൻ്റെ അവിടുത്തെ ആഗ്രോയിൽ ഉണ്ടാകുന്ന സാധനമാണ്. വേറെ ഏത് ജ്യൂസ് കുടിച്ചാലും ഇതിൻ്റെ ഒരു ഫീൽ കിട്ടത്തില്ല. നിങ്ങൾ കുടിച്ച് നോക്ക്. ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ സാധനം തന്നെ. ഞാൻ പ്രൊമോഷനൊന്നും കൊടുക്കുമല്ല. സംഭവം അടിപൊളിയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഏത് ജ്യൂസ് കുടിച്ചാലും ഒന്നും ആകത്തില്ല. ഇതാ സൂപ്പർ അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാണ് എൻ്റെ പേര്. അയ്യോ സെൽഫി ആയതുകൊണ്ട് കാണത്തില്ല. ജ്യോതി മാംഗോസ്. ഓക്കെ, ലാസ്റ്റ്. അടുത്ത ലാസ്റ്റ് വൺ. ഇത് വേണം. ലാസ്റ്റ് വേണം കാണിക്കാം. എന്താ പറഞ്ഞു? ഗസ് ചെയ്യാവോ? ഇതിൽ തിന്നാനുള്ളതാണോ? ഒന്നും പറയാം. പെർഫ്യൂം. ഞങ്ങളൊരു പെർഫ്യൂം ഞാൻ ലവർ അല്ല. പെർഫ്യൂം ലവർ അല്ല. പെർഫ്യൂം അല്ല. ഇത് നല്ല മണമുള്ള സാധനം. ലൈറ്റ് എത്തുന്നല്ലോ. എന്തായാലും കുപ്പിയോ വെള്ളോ? എൻ്റെ മരുന്ന്. കട്ടി. എന്താ സാധനം? എന്തോ എനിക്ക് അവിടെ കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് കുലുങ്ങുന്നില്ല. എന്തോ വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ടോർച്ച് സാധനം തീർന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ എൻ്റെ ഫേസ് വാഷ് തീർന്നിട്ട് ഏകദേശം, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെയുള്ള സാമഗ്രികളൊന്നും പൈസ കൊടുത്ത് മേടിക്കാറില്ല. പിന്നെ ഇത് തേച്ചിട്ട് എനിക്ക് മുഖക്കൂരൊക്കെ നല്ല കുറവുണ്ടായിരുന്നു. എന്നിട്ടും തീർന്നിട്ട് ഞാൻ മടി കാരണം ഞാനിത് വാങ്ങിച്ചില്ല. ഇത് മിക്കവാറും ഞാൻ അവളുടെ അടുത്ത് പൊന്നിൽ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് വാങ്ങണം. പക്ഷേ പിന്നെ അങ്ങനെ വാങ്ങാറില്ല. ഇതായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വേറെ എന്തെങ്കിലും സാധനം വാങ്ങാൻ ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം നാളെ തൊട്ട് ഇതെനിക്ക് തേക്കാൻ പറ്റും. എങ്കിലും ഇതിന് ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ മേടിക്കാതിരുന്നതാണ്. ദിവസം കിട്ടിയപ്പോൾ എനിക്ക് വയ്യ. അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ, സൂപ്പറാണ്. താങ്ക് യു. പിന്നെ ഈ ഗിഫ്റ്റിൻ്റെ കൂടെ അല്ലാതെ എനിക്ക് അവളെ ഒരു ഗിഫ്റ്റ് തന്നെ, അവളെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിച്ചിട്ട് വന്ന ഒരു സാധനം കൂടെ കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഫ്രൂട്ട്സ് ഐറ്റത്തിൽ
ഫസ്റ്റ് എന്ന് തന്നെ പറയാം. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. വേറൊന്നുമല്ല, ഇപ്പം അതിൻ്റെ സീസണാണ്. ഏത് കൂൾ ബാറിൽ പോയാലും നമുക്കത് കിട്ടും. അതിൻ്റെ ഷേക്കൊക്കെ സൂപ്പറാണ്, കിട്ടുവാണ്, പൊളിയാണ്. അപ്പം എന്താ നിങ്ങൾക്ക് കാണണ്ടേ? എന്തുവായിരുന്നു ഇതിൻ്റെ പേര്? സീതപ്പഴം, സീതാഫൽ. നമ്മൾ ഈ ഐസ് ഡേയിലൊക്കെ പോകുമ്പം സീതാഫലിൻ്റെ ഐസ് ക്യാൻഡി നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കിട്ടുവാണ്, പൊളിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂട്ടത്തിലല്ല, അല്ലാതെ എനിക്ക് അവൾ കൊണ്ടുവന്നൊരു സാധനമാണ്. അതും ഗിഫ്റ്റാണല്ലോ. അപ്പോൾ ഇന്ന് എന്തുമായാലും ഇപ്രാവശ്യത്തെ പൊളി ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഇതിന് കൂടാതെ 2 കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ട്രഷർ ഹണ്ട്, 3 കേക്ക് മൊത്തത്തിൽ. അത് 1 ബ്രൗണി. അപ്പോൾ ഇത്രയൊക്കെ തന്ന ശ്രീകുട്ടിക്ക് എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുള്ളൂ. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് തന്ന ഗിഫ്റ്റുകൾ. അപ്പോൾ ഈ വർഷം എനിക്ക് ഇത്രയും ഗിഫ്റ്റ് തന്നത് വേറൊന്നും കൊണ്ടല്ല. അടുത്ത പ്രാവശ്യം ബർത്ത്ഡേക്ക് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവളിപ്പം ഇത്രയും ഗിഫ്റ്റ് തരാൻ കാര്യം. പിന്നെ 2 കേക്ക്, 1 ബ്രൗണി കേക്ക്, പിന്നെ ഇത്രയും ഗിഫ്റ്റ്. അപ്പം സന്തോഷം, നന്ദി, താങ്ക് യു, എല്ലാത്തിനും താങ്ക് യു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അൺബോക്സിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു. ഇതിനൊന്നും ആവശ്യമില്ല. നല്ലൊരു തോട്ടം പോലെ റെഡിയായി കാണും. ഇത് റെഡി. ഇത് വേറെയും ഇത് വേറെയും. ഇതടുത്ത് ഇങ്ങനെ നോക്കാം.